ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഏറ്റവും സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ മിഷൻ എന്ന ധ്യാനം 2-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രിൻസ് പിതാവിൽ നിന്ന് നാം ഒരുപാട് ദൈവത്തിൻ്റെ അനുഭവങ്ങളും സ്വന്തമാക്കി. ഒരുപക്ഷെ മുറിഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ, ഇഷക്കേന ടെലിവിഷൻ്റെ മുമ്പിൽ നാം ആയിരിക്കുക. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം കർത്താവേ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്റെ ജീവിതത്തെ വേട്ടയാടിയ നിമിഷങ്ങളാകാം. ഇവിടെ നീ ഉത്തരമായ ഒരു തീരുമാനം നീ എടുക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാം വചനം, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രിയ പൈതലേ, നിന്റെ ജീവിതം പരാജയപ്പെട്ടിരിക്കാം, നിന്റെ ദുഃഖങ്ങൾ നിന്നെ പരാജയപ്പെടുത്തിയിരിക്കാം, നിന്റെ കുടുംബം നിന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കലും പരാജയമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെ നീ സ്വീകരിക്കാൻ നിന്റെ ഹൃദയത്തെ നീ ഒരുക്ക്, നിന്റെ കുടുംബത്തെ നീ ഒരുക്ക്. ഒരു മിഷൻ അനുഭവം നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥനയോടെ നേടിയെടുക്കുമ്പോൾ പരാജയങ്ങളെ വിജയത്തിലേക്ക് എത്തുന്ന യേശുവിന്റെ വലിയ സ്നേഹം കൊണ്ട് നീ നിറയും. ആരാരും ഉത്തരം നൽകാൻ കഴിയാതെ പോയ നിന്റെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മിഷനിലൂടെ രക്ഷകന്റെ ദൗത്യം നിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടണം. അതിനുവേണ്ടി നിന്റെ ഹൃദയത്തെ നീ തുറക്ക്, നിന്റെ മനസ്സിനെ നീ തുറക്ക്, നിന്റെ ജീവിതത്തെ നീ തുറക്ക്. നിന്റെ ബുദ്ധിയെ മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം സ്വന്തമാക്കാൻ വേണ്ടി നീ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വചനം പറയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. പ്രിയ പൈതലേ, നിന്റെ ഹൃദയത്തിൽ രക്ഷകന്റെ ദൗത്യം സ്വീകരിക്കാനുള്ള വചനത്തെ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കുക. നീ സ്വീകരിച്ചെടുത്ത വചനം നിന്റെ ഹൃദയത്തിൽ ശക്തി നൽകട്ടെ, അഭിഷേകം നൽകട്ടെ, കരുണ നൽകട്ടെ. ഒരിക്കലും ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ കടന്നു വന്ന ആ പ്രിയ പൈതൽ പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ കടന്നുപോയി, ഇവിടെയെല്ലാം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം തകർച്ചയിലേക്ക് കടന്നുപോയപ്പോൾ ആ പ്രിയ ദൈവദാസനെ കാണുവാനും പങ്കുവെക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിന്റെ വചനത്തിന്റെ കൃപ കടന്നു വന്ന നിമിഷങ്ങളിലേക്ക് നീ ആരെയും നോക്കേണ്ട, ഒരു വ്യക്തികളിലേക്ക് നീ നോക്കേണ്ട. നിന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു രക്ഷകനുണ്ട്, നിന്നെ സ്വീകരിക്കുന്ന ഒരു രക്ഷയുടെ ദൗത്യമുണ്ട്. ഈ ദൗത്യത്തെ സ്വീകരിക്കാൻ നിന്റെ ഹൃദയത്തെ നീ തുറക്ക്, നിന്റെ മനസ്സിനെ നീ തുറക്ക്, നിന്റെ ജീവിതത്തെ നീ തുറക്ക്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളെ കൂപ്പി ദൈവവചനത്തിന്റെ ആഴങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കരമുയർത്തി നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഗാനത്തിന്റെ ഈരടികള് നിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അഭിഷേകത്തോടെ നീ സ്വീകരിക്കാം. ദൈവത്തിന്റെ മഹത്വം നിനക്ക് സ്വീകരിക്കാൻ ഒരുങ്ങി ഈ ഗാനത്തിലേക്ക് നാം കടന്നു വന്ന് ഈ 2-ാം ദിനത്തിൽ ദൈവമായ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ മനസ്സ് തുറക്കണം. കരങ്ങളടിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി ഈശോയെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനാത്മാവേ ചേർന്ന് പാടി, പരിശുദ്ധാത്മാവേ മനസ്സ് തുറന്ന് പാടട്ടെ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. എല്ലാവരും ചേർന്ന് ആ യേശുവിന്റെ സ്നേഹം, ആ രക്ഷകന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. നിന്റെ മനസ്സിനെ നീ തുറക്ക്,
നിന്റെ ഹൃദയത്തെ നീ തുറക്ക്. ജീവിതത്തെ തുറന്നുകൊണ്ട് ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ഈശോയെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അഭിഷേകത്തോടെ കൈകളടിച്ച് ആനന്ദത്തോടെ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, മനസ്സ് തുറന്ന് പാടട്ടെ. ദൈവത്തിനാത്മാവേ, എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് ഈശോയെ രക്ഷകന്റെ ദൗത്യം സ്വീകരിക്കാൻ, സ്വന്തമാക്കാൻ വലിയ കൃപ, വലിയ സ്നേഹം ഒഴുകട്ടെ, ഒഴുകട്ടെ, നിറഞ്ഞൊഴുകട്ടെ, ശക്തമായി ഒഴുകട്ടെ, കൃപയായി ഒഴുകട്ടെ. മനസ്സിന് തുറന്ന കർത്താവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവിന്റെ നിറവോടെ, അഭിഷേകത്തിന്റെ നിറവോടെ ആ രക്ഷയുടെ ദൗത്യം സ്വീകരിക്കാൻ. കഴിഞ്ഞുപോയ ദിവസത്തെ പറ്റി നീ ചിന്തിക്കേണ്ട, കഴിഞ്ഞുപോയ നാളുകളെ പറ്റി നീ ചിന്തിക്കേണ്ട, വന്നുപോയ വീഴ്ചകളെ പറ്റി നീ ചിന്തിക്കേണ്ട. ഒരു നിമിഷം നീ കരങ്ങളെ കൂപ്പി ആ രക്ഷയുടെ യേശുവിനെ സ്വീകരിക്കാൻ നിന്റെ ഹൃദയത്തെ തുറക്ക്, നിന്റെ മനസ്സിനെ തുറക്ക്. ഈരടികളെ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. മനസ്സ് തുറന്ന് കണ്ണുനീരോടെ നിന്റെ ഹൃദയം ഉയർത്തി പാടട്ടെ. യേശുവിനെ സ്നേഹിച്ചിടാം, ദൈവ സ്നേഹത്തിൽ വളർന്നിടാം. യേശുവിനെ സ്നേഹിച്ചിടാം, ദൈവ സ്നേഹത്തിൽ വളർന്നിടാം. രക്തസാക്ഷിത്വം വരിച്ചിടാം, കൃപയും ശക്തിയും പകരണമേ. രക്തസാക്ഷിത്വം വരിച്ചിടാൻ, കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ദിവസത്തെ നയിക്കണമേ. രക്ഷകന്റെ ദൗത്യം ഏറ്റെടുത്ത് അനേക മക്കളുടെ കുടുംബങ്ങളിലേക്ക്, ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു മിഷൻ അനുഭവം നൽകി അഭിഷേകത്തോടെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവമേ, എന്റെ മഹത്വത്തിനായി സ്തുതി പാടിക്കൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയത്തെ സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ദേശങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, എല്ലാ മക്കളിലേക്ക്. കർത്താവേ, നിന്റെ അത്ഭുതത്തിന്റെ ശക്തി ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ഇരടികളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അഭിഷേകം, അഭിഷേകത്തോടെ ദൈവാത്മാവിൻ അഭിഷേകം, 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 ഉണർവോടെ ദൈവാത്മാവിൻ അഭിഷേകം, 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 ദൈവാത്മാവിൻ അഭിഷേകം, ദൈവാത്മാവിൻ അഭിഷേകം, ദൈവാത്മാവിൻ അഭിഷേകം, ദൈവാത്മാവിൻ അഭിഷേകം, അഭിഷേകം, അഭിഷേകം. കൈകൾ കൂപ്പി ദൈവാത്മാവിന്റെ വേണ്ടി ഒരു അഭിഷേകം നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രക്ഷകന്റെ മിഷൻ എന്ന പ്രേഷിത ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നലെ
പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. ഇന്ന് ഈ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന ചില തത്വങ്ങളെക്കുറിച്ച് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഇത്രയും നാൾ വചനം വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ, ഇത്രയും നാൾ പ്രേക്ഷിത ഭൂമിയിൽ ഒരു പ്രേക്ഷിതനായി ജീവിച്ചതിൻ്റെ വെളിച്ചത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് 10 തത്വങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സത്യം അല്ലെങ്കിൽ ആദ്യത്തെ തത്വം ഇതാണ്: പ്രേക്ഷിത പ്രവർത്തനം ആത്യന്തികമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ദൈവമാണ് അത് വഴി നടത്തുന്നത്. ദൈവമാണ് അത് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്നലെ നാം കണ്ടു, ഈശോയുടെ കൽപ്പനയനുസരിച്ചാണ് ശിഷ്യന്മാർ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. ഈശോയുടെ കൽപ്പനയനുസരിച്ചാണ് ഇന്ന് നമ്മളും പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടത്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ തുടക്കം ഈശോയുടെ കൽപ്പനയിൽ നിന്നാണ്. ഈശോയുടെ കൽപ്പനയനുസരിച്ച് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാനായി പുറപ്പെട്ട ശിഷ്യന്മാരോട് ചേർന്ന് നിന്ന് കർത്താവ് പ്രവർത്തിച്ചു. സുവിശേഷം അയക്കാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സുവിശേഷം അറിയിക്കാൻ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് അവരോടൊപ്പമായിരുന്ന് അവരെ ശക്തിപ്പെടുത്തി അവരോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വചനം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വചനം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അവർ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു. കർത്താവ് അവരോടൊപ്പമായിരുന്ന് അവരോടുകൂടെ പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ വഴി അവരുടെ വചനത്തെ സ്ഥിരീകരിച്ചു. വചനത്തെ സ്ഥിരീകരിച്ചത് അവരായിരുന്നില്ല, പ്രസംഗിക്കുക മാത്രമായിരുന്നു അവരുടെ പണി. വചനത്തെ സ്ഥിരീകരിച്ചത് കർത്താവായിരുന്നു. ഇന്നും സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ ഈ സുവിശേഷം സത്യമാണെന്നും ഈ വചനം വാസ്തവമാണെന്നും സ്ഥിരീകരിക്കുന്നത് കർത്താവാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി കർത്താവ് നമ്മുടെ സുവിശേഷ പ്രസംഗത്തെ സ്ഥിരീകരിക്കും. അപ്പോൾ വചനം പ്രസംഗിക്കുന്നത് നമ്മളാണെങ്കിലും വചനത്തെ സ്ഥിരീകരിക്കുന്നത് കർത്താവാണ്. കർത്താവാണ് വചന ശുശ്രൂഷയെ നയിക്കുന്നത്. നമ്മോടൊപ്പമായിരുന്ന് കർത്താവ് വചന ശുശ്രൂഷയെ നയിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാമത്തെ വചനം. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. കർത്താവാണ് തൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്നത്. ശിഷ്യന്മാർ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ കർത്താവ് അനുഗ്രഹം കൊടുത്തു. എന്തുകൊണ്ടാണ്? തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടി. ഇന്ന് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ, ഇന്ന് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഈ സുവിശേഷ പ്രവർത്തനത്തിലുടനീളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. തൻ്റെ കൃപയുടെ വചനത്തിന് കർത്താവ് സാക്ഷ്യം നൽകും. കർത്താവാണ് തൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുന്നത്. അപ്പോൾ വചന ശുശ്രൂഷയിലുടനീളം കർത്താവിൻ്റെ കരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാമത്തെ വചനം. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു,
ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവ് നേരിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോട് പറയുന്നു, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടി, എൻ്റെ ജോലിക്ക് വേണ്ടി എനിക്കായി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവ് സുവിശേഷ പ്രവർത്തനത്തിൽ ഇടപെടുന്നു. കർത്താവിൻ്റെ ആത്മാവ് സുവിശേഷ പ്രവർത്തനങ്ങളെ നയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-ാമത്തെ വചനം. പൗലോസിന്റെ പ്രസംഗം കേട്ടിരുന്നവരിൽ തിയത്തീറ പട്ടണത്തിൽ നിന്നുള്ള പട്ടുവസ്ത്ര വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് പ്രസംഗിച്ചു, പക്ഷെ ഹൃദയം തുറന്നത് കർത്താവാണ്. ഇന്ന് നാം വചനം പ്രസംഗിക്കുമ്പോൾ, നാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ജനത്തിന്റെ ഹൃദയം തുറക്കുന്നത് കർത്താവ് തന്നെയാണ്. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു, പക്ഷെ കർത്താവാണ് ഹൃദയം തുറന്നത്. അങ്ങനെ പൗലോസിലൂടെ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ലിദിയായെ കർത്താവ് തന്നെ ഒരുക്കി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. പ്രതിസന്ധിയുടെ നാളുകളിൽ, ഭയത്തിന്റെ നാളുകളിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പൗലോസിനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ധൈര്യപൂർവ്വം പ്രസംഗിക്കുക, നിനക്ക് യാതൊരു ആപത്തും വരാതെ ഞാൻ നിന്നെ കാത്തുകൊള്ളാം. ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ആൾക്കാരുണ്ട്. അങ്ങനെ ധൈര്യപൂർവ്വം പൗലോസ് 1 വർഷവും 6 മാസവും അവിടെ പ്രസംഗിച്ചു. ഇതുവരെ നമ്മൾ പരിശോധിച്ച ഈ വചനഭാഗങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യമുണ്ട്. സുവിശേഷ പ്രവർത്തനം അത്യധികമായി കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അത് കർത്താവിൻ്റെ കൽപ്പനയിൽ നിന്ന് ആരംഭിക്കുന്നു. കർത്താവ് സുവിശേഷ പ്രവർത്തനത്തെ വഴി നടത്തുന്നു. കർത്താവ് സുവിശേഷ പ്രവർത്തനത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം, സുവിശേഷം പ്രസംഗിക്കാൻ ഈശോ കൽപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വചനം, ഈശോ ശിഷ്യന്മാരോടൊപ്പം പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ വഴി അവരുടെ വചനത്തെ സ്ഥിരീകരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാമത്തെ വചനം, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ ശിഷ്യന്മാർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം കൊടുക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാമത്തെ വചനം, തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ശൗലിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് മാറ്റി നിർത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-ാമത്തെ വചനം, പൗലോസിന്റെ വചനങ്ങൾ കേൾക്കാൻ ലിദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ, വചനം പ്രസംഗിക്കുന്നതിനിടയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ കർത്താവ് കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ കൽപ്പിക്കുന്നത് ഈശോയാണ്. സുവിശേഷം സ്ഥിരീകരിക്കുന്നത് ഈശോയാണ്. വചനത്തിന് സാക്ഷ്യം കൊടുക്കുന്നത് ഈശോയാണ്. ഹൃദയം തുറക്കുന്നത് ഈശോയാണ്. പ്രതിസന്ധികളിൽ ശക്തി കൊടുക്കുന്നത് ഈശോയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തത്വം ഇത് ദൈവത്തിൻ്റെ പണിയാണ്, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ തത്വം, സുവിശേഷ പ്രവർത്തനത്തിൽ തീർച്ചയായും പീഡനങ്ങളും എതിർപ്പുകളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിരിക്കും. പ്രതിസന്ധികളില്ലാതെ, വെല്ലുവിളികളില്ലാതെ, എതിർപ്പുകളില്ലാതെ സുവിശേഷം പ്രസംഗിക്കുക അസാധ്യമാണ്. വെല്ലുവിളികളില്ലാത്ത ഒരു നാളേക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത് ഭോഷത്വമാണ്. വെല്ലുവിളികൾക്കിടയിൽ പ്രസംഗിക്കുക, പ്രതിബന്ധങ്ങൾക്കിടയിൽ പ്രസംഗിക്കുക,
പ്രതികൂല സാഹചര്യങ്ങളെ എതിർത്തുകൊണ്ട് പ്രസംഗിക്കുക. ഇതാണ് നാം പഠിക്കേണ്ടത്. എതിർപ്പുകളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഇല്ലാത്ത ഒരു നാളേക്ക് വേണ്ടി കാത്തിരുന്ന് അന്ന് സുവിശേഷം പ്രസംഗിക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ ഒരു കാലം സുവിശേഷം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല, കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എതിർപ്പുകളും മർദ്ദനങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും കുരിശുകളുമാണ്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് പ്രതിസന്ധികളെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. ചെമ്മരിയാടുകളുടെ ഇടയിലേക്ക്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങളെ അവർ സിനഗോഗുകളിലേക്ക് വലിച്ചിഴയ്ക്കും, നിങ്ങളെ അവർ മർദ്ദിക്കും, നിങ്ങളെ അവർ പീഡിപ്പിക്കും, നിങ്ങൾക്ക് സഹനങ്ങളുണ്ടാകും. സുവിശേഷം പ്രസംഗിക്കാൻ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യമാണിത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് പ്രതിസന്ധികളും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ ഈശോ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വചനം. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജ്യമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നെ പ്രതി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിക്കുവൻ, ആഹ്ലാദിച്ചുല്ലസിക്കുവൻ. കർത്താവിനെ പ്രതി പീഡകൾ അനുഭവിക്കുവാൻ ഒരുക്കമുള്ളവർക്ക് മാത്രമേ സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷത്തോടൊപ്പം പീഡനങ്ങളുണ്ട് എന്ന്, വചനപ്രസംഗത്തിനോടൊപ്പം പ്രതിബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ കൽപ്പനയെ അനുസരിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ച എല്ലാ ശിഷ്യന്മാർക്കും എതിർപ്പുകളുണ്ടായി, എല്ലാ ശിഷ്യന്മാർക്കും വേദനകളുണ്ടായി. അവരെല്ലാവരും രക്തസാക്ഷിത്വം വരിക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ പോലും കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. അവരുടെ ജീവിതം അവസാനിച്ചത് കുന്തമുനയിലും വാൾത്തലയിലും വാറച്ചട്ടിയിലും എരുതിയിലും സമുദ്രത്തിന്റെ അടിത്തട്ടിലും കുരിശിലുമാണ്. യേശുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർ അവരുടെ ജീവിതം ഹോമിച്ചു. ഇങ്ങനെ ബലിയർപ്പിച്ചുകൊണ്ടാണ് അവർ വചനപ്രസംഗം നടത്തിയത്. അങ്ങനെയെങ്കിൽ എതിർപ്പുകളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ത്യാഗങ്ങളില്ലാത്ത, സഹനങ്ങളില്ലാത്ത ഒരു സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കെങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? ശിഷ്യന്മാരെല്ലാവരും വില കൊടുത്താണ് സുവിശേഷം പ്രസംഗിച്ചത്. ഇന്ന് നാം നമ്മുടെ നാട്ടിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും സുവിശേഷം പ്രസംഗിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായും പ്രതിബന്ധങ്ങളെ നേരിടാൻ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധികളിൽ നാം പതറാതിരിക്കണം. സഹനങ്ങൾ ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. ഇങ്ങനെയാണ് ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിച്ചത്. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിൽ, സഭയുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായ ചില പ്രതിസന്ധികളെക്കുറിച്ച്, ചില പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ചു. ആരെയാണ് വിളിച്ചത്? പത്രോസിനെയും യോഹന്നാനെയും. എന്തുകൊണ്ടാണ് വിളിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ ജെറുസലേം ദേവാലയത്തിന്റെ സുന്ദര കവാടം എന്ന് പറയുന്ന വാതിക്കൽ വെച്ച് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ അവർ സുഖപ്പെടുത്തി.
ജന്മനാ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോൾ ധാരാളം പേർ പത്രോസിനെയും യോഹന്നാനെയും അനുഗമിക്കുവാനും യേശുവിൽ വിശ്വസിക്കുവാനും ആരംഭിച്ചു. ഇത് കണ്ടപ്പോൾ യഹൂദർ ഭയപ്പെട്ടു. എല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരായി മാറുമെന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും അവർ വിളിച്ചുകൂട്ടി. ആരൊക്കെയാണ് വിളിച്ചത്? സാധാരണ പൗരന്മാരായിരുന്നോ? അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പടയാളികളായിരുന്നോ? അല്ല, സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ. ആരൊക്കെയാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 5-6 വചനങ്ങൾ നാം വായിക്കണം. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് പാവം പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചു കൂട്ടിയത്. സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ. അവർ വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? ഇനി യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയരുത്. 19-ാമത്തെ വചനത്തിൽ പത്രോസും യോഹന്നാനും പ്രതികരിക്കുന്നു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. കേവലം മനുഷ്യരായ നിങ്ങളുടെ വാക്കുകൾക്കാണോ ഞങ്ങൾ വില കൊടുക്കേണ്ടത്, അതോ ദൈവത്തിന്റെ വാക്കുകൾക്കാണോ? അവരുടെ മുമ്പിൽ 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുക. ദൈവത്തിന്റെ വാക്കുകൾ അവരുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ഈശോ അവർക്ക് കൊടുത്ത കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് പറഞ്ഞ് സുവിശേഷ പ്രസംഗം ആരംഭിച്ച ആദ്യ നാളുകളിൽ സംഭവിച്ചതാണിത്. ഒരു വശത്ത് യേശുവിന്റെ കൽപ്പന, മറുവശത്ത് അധികാരികളുടെ കൽപ്പന, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. അവർ വിവേകപൂർവം പ്രതികരിച്ചു, ഞങ്ങൾ ദൈവത്തിന്റെ വാക്കുകളെയാണ് അനുസരിക്കുക, മനുഷ്യരുടെ വാക്കുകളെയല്ല. അങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 20-ാമത്തെ വചനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ പേടിപ്പിച്ചാലും പീഡിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു വശത്ത് യേശുവിന്റെ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. മറുവശത്ത് മനുഷ്യന്റെ കൽപ്പന, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കരുത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയരുത്, നിങ്ങൾ സുവിശേഷ പ്രസംഗം നടത്തരുത്. ആരുടെ വാക്കുകൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വാക്കുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം. പീഡനങ്ങളെ ഭയപ്പെടരുത്, പ്രതിസന്ധികളിൽ നാം തളർന്നു വീഴരുത്. പ്രതിസന്ധികളും പീഡനങ്ങളും ഇതിന്റെ ഭാഗമാണ്. പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ, ഞാൻ അനുഭവിച്ച രക്ഷയെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ഞാൻ കണ്ട യേശുവിനെ, ഞാൻ കേട്ട യേശുവിനെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഇങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് നമ്മളും പറയണം. അപ്പോഴാണ് സുവിശേഷ പ്രസംഗം ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുക. ഇങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും അവർ പേടിപ്പിച്ച് താക്കീത് നൽകി പറഞ്ഞു വിട്ടു. പക്ഷെ ഇവർ ചെന്ന് എന്താണ് ചെയ്തത്? ഇവർ കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവർ വീണ്ടും ധൈര്യപൂർവം വചനം പ്രസംഗിക്കുകയും ചെയ്തു. താക്കീതിനെ വകവയ്ക്കാതെ, പ്രതികൂല സാഹചര്യത്തെ കണക്കിലെടുക്കാതെ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇതറിഞ്ഞ് അധികാരികൾ വീണ്ടും ഇവരെ വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 28-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 28-ാമത്തെ വചനം. അതേ അധികാരികൾ വീണ്ടും ഇവരെ വിളിച്ച് അവരോട് സംസാരിക്കുന്നു. ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചു. പക്ഷെ നിങ്ങളോ ഈ
പഠനം കൊണ്ട്, ഈ പ്രബോധനം കൊണ്ട്, യേശുവിന്റെ വചനം കൊണ്ട് ജെറുസലേം മുഴുവൻ നിങ്ങൾ നിറച്ചിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം പ്രസംഗിക്കരുതെന്ന് ആരെങ്കിലും നമ്മോട് കൽപ്പിച്ചാൽ, സുവിശേഷം ഇവിടെ പ്രസംഗിക്കരുതെന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ, ആ പ്രദേശത്തെ, ആ പട്ടണത്തെ, ആ ഗ്രാമത്തെ വചനം കൊണ്ട് നാം നിറയ്ക്കണം. ദൈവത്തിന്റെ വചനം കൊണ്ട് ആ ഭാഗത്തെ നാം നിറയ്ക്കണം. ഈ നാട്ടിൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് പറയുന്നവരോട് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി അതാണ്: വചനം കൊണ്ട് ആ പ്രദേശത്തെ നിറയ്ക്കുക. ശിഷ്യന്മാർ ചെയ്തത് അതാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനം കൊണ്ട് ജെറുസലേം മുഴുവൻ നിറച്ചു. അവരുടെ വിചാരണ അവിടെ തീർന്നില്ല, വിചാരണ തുടരുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 40-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 40-ാമത്തെ വചനം. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവർ അപ്പോസ്തലന്മാരെ അകത്തേക്ക് വിളിച്ച് പ്രഹരിച്ചു, അവരെ മർദ്ദിച്ചു. എന്നിട്ട് വീണ്ടും താക്കീത് കൊടുത്തു: യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. ഇങ്ങനെ പ്രഹരിച്ച് താക്കീത് കൊടുത്തു വിട്ടപ്പോൾ അവരുടെ മനോഭാവം എന്തായിരുന്നു? 41-ാമത്തെ വചനം. യേശുവിന്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. യേശുവിന്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ അവർ സന്തോഷിച്ചു. ക്രിസ്തുവിനെ കുറിച്ച് സഹിക്കാൻ സാധിച്ചാൽ അത് ആനന്ദമായി മാറണം. സുവിശേഷത്തെ പ്രതി സഹിക്കാൻ സാധിച്ചാൽ അത് ഭാഗ്യമായി നാം കരുതണം. അങ്ങനെയാണ് ശിഷ്യന്മാർ കരുതിയത്. അടികൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മനോഭാവമാണിത്. ക്രിസ്തുവിനെ കുറിച്ച് അവമാനം സഹിക്കാൻ സാധിച്ചതിൽ അവർ സന്തോഷിച്ചു. എന്നിട്ട് തിരിച്ചു പോയിട്ട് അവർ എന്താണ് ചെയ്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 42-ാമത്തെ വചനം. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ആദ്യം ഭീഷണിപ്പെടുത്തി, താക്കീത് നൽകി, പിന്നെ മർദ്ദിച്ചു, പ്രഹരിച്ചു, വീണ്ടും ഭീഷണി കൊടുത്തു. ഇത്രയും ആയിട്ടും ഇവർ പ്രസംഗിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല. ഇങ്ങനെയാണ് സുവിശേഷം ഈ ലോകത്തിൽ പടർന്ന് പന്തലിച്ചത്. സുവിശേഷം ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് ശക്തമായ സുവിശേഷ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള പ്രേക്ഷിതർ ഉണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തിയിട്ടും മർദ്ദിച്ചിട്ടും താക്കീത് നൽകിയിട്ടും പേടിപ്പിച്ചിട്ടും പിന്മാറാതെ സുവിശേഷ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയ പത്രോസിനെയും യോഹന്നാനെയും പോലെയുള്ള പാവപ്പെട്ട ശിഷ്യന്മാരും അനേകം പ്രേക്ഷിതന്മാരും ജീവൻ പണയം വെച്ചും ത്യാഗങ്ങൾ സഹിച്ചും സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടാണ് ഈ ലോകം സുവിശേഷം കേട്ടത്, നമ്മൾ സുവിശേഷം കേട്ടത്. ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ വചനത്തെ കുറിച്ച് സഹിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ പ്രേക്ഷിതൻ. ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ച് ഭയപ്പെടുന്നവൻ, ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ച് ലജ്ജിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, പ്രേക്ഷിതനല്ല. അതുകൊണ്ട് സഹിക്കാനുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. സഹിക്കാനുള്ള കൃപ ലഭിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അവമാനം സഹിക്കേണ്ടി വരുമ്പോൾ സന്തോഷിക്കണം. ക്രിസ്തുവിനെ പ്രതി, അവന്റെ വചനത്തെ പ്രതി. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-29 വചനങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-29 വചനങ്ങൾ. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണിത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കുവാനുമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്, അവനെ പ്രതി സഹിക്കാൻ, അവന്റെ വചനത്തെ പ്രതി സഹിക്കാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇപ്രകാരമാണ് ശിഷ്യന്മാർ ആനന്ദിച്ചത്. യേശുവിന്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ ആനന്ദിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രസംഗം നടത്താൻ ഒരുങ്ങുന്നവർ, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ ഒരുങ്ങുന്നവർ
പ്രതിബന്ധങ്ങളെ നേരിടാൻ ഒരുങ്ങണം. അവമാനം സഹിക്കാൻ ഒരുങ്ങണം. അവമാനം സഹിച്ച്, വേദനകൾ സഹിച്ച്, കഷ്ടപ്പെട്ട്, ബുദ്ധിമുട്ടി, പീഡനങ്ങൾ സഹിച്ചാണ് അപ്പസ്തോലന്മാരും പ്രേക്ഷിതരും സുവിശേഷ പ്രസംഗം നടത്തിയതെങ്കിൽ ഇന്നും അതുതന്നെയാണ് സംഭവിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 4 അധ്യായം 5 വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 4 അധ്യായം 5 വചനം. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുക, സുവിശേഷകന്റെ ജോലി ചെയ്യുക, നിന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുക. നീ കഷ്ടതകൾ സഹിക്കണം. നീ സുവിശേഷകന്റെ ജോലി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കഷ്ടതകൾ സഹിക്കണം. കഷ്ടതകൾ സഹിക്കുന്നവർക്ക് സുവിശേഷകന്റെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷകരാകാൻ ആഗ്രഹിക്കുന്നവർ, പ്രേക്ഷിതരാകാൻ ആഗ്രഹിക്കുന്നവർ, പ്രേക്ഷിതരാകാൻ വിളിക്കപ്പെട്ടവർ കഷ്ടതകൾ സഹിക്കാൻ, പീഡനങ്ങൾ സഹിക്കാൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് 1 ലേഖനം 4 അധ്യായം 11-12 വചനങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 11-12 വചനങ്ങൾ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു. ഇതാണ് ഒരു സുവിശേഷകന്റെ ജീവിത രീതി. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു, നിരന്തരം അവമാനിക്കപ്പെടുന്നു, അവമാനിക്കപ്പെടുമ്പോഴും അനുഗ്രഹിക്കുന്നു. ദൂഷണം പറയുന്നവരോട് നല്ല വാക്ക് പറയുന്നു. പീഡനങ്ങളില്ലാതെ, ത്യാഗങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ, സഹനങ്ങളില്ലാതെ സുവിശേഷം പ്രസംഗിക്കുക അസാധ്യമാണ്. സുവിശേഷ പ്രവർത്തകന്റെ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഈ പറഞ്ഞത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 12 വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 12 വചനം. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. അതിനു മുമ്പ് 10 വചനം മുതൽ, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. അതിനു മുമ്പ് 9 വചനം, 8 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങൾ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഒരു പ്രേക്ഷിതന്റെ ജീവിത രീതി, ഒരു പ്രേക്ഷിതന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ് പൗലോസ്ലീഹ ഇവിടെ വിവരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 2 വചനം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 2 വചനം. പ്രേക്ഷിതന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പൗലോസ്ലീഹ വിവരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അവമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കുവാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഏതാനും ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചുവെന്ന് മാത്രം. പൗലോസിന്റെ ജീവിതത്തിലും പത്രോസിന്റെ ജീവിതത്തിലും എല്ലാ ശിഷ്യന്മാരുടെ ജീവിതത്തിലും എല്ലാ പ്രേക്ഷിതന്മാരുടെ ജീവിതത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. യാതനകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ, സഹനങ്ങൾ, കുരിശുകൾ. ഇത് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഭയപ്പെടാതെ, വേദനകൾ വരുമ്പോൾ പരിഭ്രമിക്കാതെ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിരുപതരാതെ സുവിശേഷത്തിൽ ആശ്രയിച്ച് നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. കർത്താവ് നമ്മുടെ കൂടെ വരും. നിങ്ങൾ പ്രഘോഷിക്കുക, നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട്
സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ തത്വം. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് പീഡനങ്ങളും സഹനങ്ങളും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും. ഇതില്ലാത്ത ഒരു സുവിശേഷ പ്രവർത്തനം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുകയില്ല. സുവിശേഷ പ്രവർത്തനത്തെ സംബന്ധിച്ച മൂന്നാമത്തെ തത്വം, സുവിശേഷ പ്രവർത്തനം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് നാം സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ഈശോയെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചപ്പോൾ യേശു ചെയ്തത് ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു. ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ കവിഞ്ഞ് മറ്റൊരു താല്പര്യം യേശുവിനുണ്ടായിരുന്നില്ല. സുവിശേഷം പ്രസംഗിക്കാനായി യേശുവിനാൽ ഐക്യപ്പെടുന്ന സുവിശേഷ പ്രവർത്തകരും സ്വന്തം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ബലികഴിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുക. അതാണ് സുവിശേഷ പ്രവർത്തകൻ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് സുവിശേഷ പ്രവർത്തകൻ പരിശ്രമിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വചനം. യേശു പറഞ്ഞു, എന്നെ അയച്ചവന് ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഇഷ്ടം. എന്നെ അയച്ചവന് ഇഷ്ടം നിറവേറ്റുക, അതിൽ കവിഞ്ഞ് മറ്റൊരു ഇഷ്ടം എനിക്കില്ല, അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്ത എനിക്കില്ല. നമ്മൾ അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെട്ടവർ അയച്ചവന് ഇഷ്ടമാണ് നിറവേറ്റേണ്ടത്, നമ്മുടെ ഇഷ്ടമല്ല. നമ്മൾ കർത്താവ് അയക്കുന്നത് ഒരു വ്യക്തമായ പദ്ധതിയോടെയാണ്. ആ അയച്ചവൻ്റെ ഇഷ്ടമാണ് നമ്മൾ നിറവേറ്റേണ്ടത്, നമ്മുടെ ഇഷ്ടമല്ല. അയക്കപ്പെട്ടവന് സ്വന്തമായ ഇഷ്ടങ്ങൾ ഉണ്ടാകരുത്. അയക്കപ്പെട്ടവന് സ്വന്തമായ പരിഗണനകൾ ഉണ്ടാകരുത്. അയക്കപ്പെട്ടവന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടാകരുത്. അയക്കപ്പെട്ടവന്റെ കരുതലും അയക്കപ്പെട്ടവന്റെ പരിഗണനയും അയക്കപ്പെട്ടവന്റെ മുൻഗണനയും ഒന്ന് മാത്രം, അയച്ചവന്റെ ഇഷ്ടം. അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റലാണ് നമ്മുടെ ദൗത്യം. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അത് പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വചനം. യേശു പറയുന്നു, എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന് ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന് ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. സുവിശേഷ പ്രവർത്തകൻ, ഒരു പ്രേഷിതൻ, ഈ പ്രേഷിത പ്രവർത്തനത്തിൽ ഒരിക്കലും തൻ്റെ ഇഷ്ടം അന്വേഷിക്കരുത്, തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. മാനുഷികമായി നമുക്ക് ചില താല്പര്യങ്ങളും നമുക്ക് ചില സ്വപ്നങ്ങളും നമുക്ക് ചില പദ്ധതികളും ഉണ്ടാകും. പക്ഷേ സുവിശേഷ പ്രവർത്തകൻ ഈ പദ്ധതികളും ഈ സ്വപ്നങ്ങളും എല്ലാം തമ്പുരാന്റെ മുമ്പിൽ അടിയറ വയ്ക്കണം. എന്നിട്ട് തമ്പുരാന്റെ ഇഷ്ടം നമ്മൾ സ്വീകരിക്കണം. ആ ഇഷ്ടം നമ്മൾ നിറവേറ്റണം. കർത്താവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, അവൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇതാണ് സുവിശേഷ പ്രവർത്തനത്തിലൂടെ നാം ചെയ്യേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വചനം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. പ്രേക്ഷിത ഭൂമിയിൽ ജോലി ചെയ്യുന്ന ഓരോ പ്രേക്ഷിതനും ഓരോ സുവാർത്ത ശുശ്രൂഷകനും സുവിശേഷ ശുശ്രൂഷകനും സ്വന്തം മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ സത്യമാണിത്. ഞാൻ ഈ പ്രേക്ഷിത ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക, ആ ഇഷ്ടം നിറവേറ്റുക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? സുവിശേഷ പ്രവർത്തകരായി നമ്മെ അയക്കുമ്പോൾ, യേശുവിന് സാക്ഷ്യം കൊടുക്കാനായി നമ്മെ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കുമ്പോൾ തമ്പുരാന്റെ മനസ്സിലുള്ള പദ്ധതി എന്താണ്? ഏതിഷ്ടം നിറവേറ്റാനാണ് നാം രാപ്പകൽ അധ്വാനിക്കേണ്ടത്? ഏതിഷ്ടം നിറവേറ്റാനാണ് നാം ത്യാഗങ്ങൾ സഹിക്കേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. അത് എന്താണ്? വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ് സത്യം? സത്യം യേശുവാണ്.
യോഹന്നാന്റെ സുവിശേഷം 14:6 വചനം, ഞാനാണ് വഴിയും സത്യവും ജീവനും. സത്യം യേശുവാണ്. ഈ സത്യത്തെ ലോകം അറിയണം, എല്ലാവരും അറിയണം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. ഈ ഇഷ്ടം നിറവേറ്റാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സുവിശേഷ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നവർ, പ്രേക്ഷിതരാകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വലിയ തത്വം മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് നമ്മൾ. നാലാമത്തെ തത്വം, നമ്മൾ കണ്ടതും കേട്ടതും മറ്റുള്ളവരെ അറിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ്. എന്താണ് സാക്ഷ്യം? ഒരുവൻ കണ്ടതിനെ കുറിച്ച് ഏറ്റുപറയുക, അല്ലെങ്കിൽ ഒരുവൻ കേട്ടതിനെ കുറിച്ച് ഏറ്റുപറയുക, ഇതാണ് സാക്ഷ്യം. നമ്മൾ യേശുവിന് സാക്ഷ്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്, വചനത്തിന് സാക്ഷ്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാം കണ്ട യേശുവിനെ, നാം കേട്ട യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പത്രോസും യോഹന്നാനും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:20 വചനത്തിൽ പറഞ്ഞത് നാം കേട്ടു. ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ, സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കണ്ടത്, നാം അനുഭവിച്ചത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കലാണ് സുവിശേഷ പ്രവർത്തനം. യോഹന്നാന്റെ സുവിശേഷം 20:21 വചനത്തിൽ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? പിതാവ് യേശുവിനെ അയച്ചപ്പോൾ യേശു എന്താണോ ചെയ്തത്, അതാണ് നമ്മെ യേശു അയക്കുമ്പോൾ നാം ചെയ്യേണ്ടത്. കാരണം പിതാവ് യേശുവിനെ അയച്ചതുപോലെയാണ് യേശു നമ്മളെ അയക്കുന്നത്. യേശു എന്താണ് ചെയ്തത്? യേശു പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തെ അറിയിച്ചു. തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിലും യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഞാൻ സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ എൻ്റെ വചനങ്ങളല്ല, എന്നെ അയച്ചവൻ്റെ വചനങ്ങളാണ്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞാൻ കേട്ട കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇതായിരിക്കണം ഒരു പ്രേക്ഷിതന്റെ മനോഭാവം, ഇതായിരിക്കണം ഒരു സുവിശേഷ പ്രവർത്തകന്റെ മനോഭാവം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുക, അവന് ഇഷ്ടം മനസ്സിലാക്കുക, അവൻ്റെ വാക്കുകൾ കേൾക്കുക, ആ വചനം കൊണ്ട് നിറഞ്ഞ്, ആ വാക്കുകൾ കൊണ്ട് നിറഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 5:19 വചനം. യോഹന്നാന്റെ സുവിശേഷം 5:19 വചനം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. യേശു വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, പിതാവ് ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും പുത്രന് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്ത് കാണുന്നത് മുഴുവൻ പുത്രനും ചെയ്യുന്നു. എപ്പോഴാണ് ഈശോ ഇത് കണ്ടത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1 വചനം. ആദിയിൽ ദൈവത്തോടൊപ്പം ആയിരുന്നപ്പോൾ, തന്റെ പരസ്യ ജീവിതകാലത്തും ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് കർത്താവായ യേശു കണ്ട കാര്യങ്ങളാണ് അവിടുന്ന് ഈ ലോകത്തിന് മുമ്പിൽ ചെയ്ത് കാണിച്ചത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നതല്ല. പിതാവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:38 വചനം. യോഹന്നാന്റെ സുവിശേഷം 8:38 വചനം. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ സുവിശേഷ പ്രവർത്തകൻ, പ്രേക്ഷിതൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കാണണം, അവൻ്റെ സന്നിധിയിലിരുന്ന് കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 5:19 വചനവും യോഹന്നാന്റെ സുവിശേഷം 8:38 വചനവും
നമ്മോട് പറഞ്ഞു തരുന്നത് യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ട കാര്യങ്ങളായിരുന്നു. ജനത്തിൻ്റെ മുമ്പിൽ നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് നാം കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കണം. ഇനി വചനങ്ങളെക്കുറിച്ച് യേശു എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. എൻ്റെ പ്രബോധനം, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എപ്പോഴാണ് യേശു ഇത് കേട്ടത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. കൂടെയായിരുന്ന് വചനം കേട്ടത് കൊണ്ടാണ്, കൂടെയായിരുന്ന് പിതാവ് ചെയ്യുന്നത് കണ്ടത് കൊണ്ടാണ് യേശു അതിന് സാക്ഷ്യം കൊടുത്തത്. ഇതുപോലെ നമ്മളും കൂടെയായിരുന്ന് കാണണം, കൂടെയായിരുന്ന് കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ അതിരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ അതിരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. ഞാൻ ലോകത്തോട് പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങളല്ല, എൻ്റെ മനസ്സിലുദിച്ച കാര്യങ്ങളല്ല. എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രവർത്തകൻ സംസാരിക്കേണ്ടത് അവനവൻ്റെ തോന്നലുകൾ അനുസരിച്ചല്ല. സുവിശേഷ പ്രവർത്തകൻ സംസാരിക്കേണ്ടത്, പ്രേഷിതൻ സംസാരിക്കേണ്ടത് സ്വന്തം ഇഷ്ടങ്ങളല്ല, സ്വന്തം സ്വപ്നങ്ങളല്ല. സുവിശേഷ പ്രവർത്തകൻ സംസാരിക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കേട്ട വചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു. പിതാവ് പറഞ്ഞതനുസരിച്ചാണ് പുത്രൻ സംസാരിച്ചത്. പിതാവിൽ നിന്ന് കേട്ടതാണ് പുത്രൻ ഈ ലോകത്തോട് സംസാരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നവയല്ല, എന്നെ അയച്ചവൻ എന്നിലായിരുന്നു പ്രവർത്തിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-ാമത്തെ വചനം. ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്, എന്തു പറയണം എന്തു പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളെല്ലാം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 49-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. ഈ വചനങ്ങളെല്ലാം വ്യക്തമായി പറയുന്നു, യേശു പറഞ്ഞ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കേട്ട വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കേട്ട കാര്യങ്ങളാണ് നാം ജനത്തെ അറിയിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കേൾക്കണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു സന്ദർഭം കാണുവാൻ നമുക്ക് കാണാൻ സാധിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം മൊത്തത്തിലും 23-ാമത്തെ അധ്യായം പ്രത്യേകിച്ചും ഒരു സംഘർഷത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഒരു വശത്ത് ദൈവത്തിൻ്റെ പ്രവാചകൻ, സത്യപ്രവാചകൻ, മറുവശത്ത് കള്ളപ്രവാചകന്മാർ. ജെറമിയ കർത്താവിൻ്റെ പ്രവാചകനായിരുന്നു. കർത്താവിൻ്റെ വചനമാണ് അവൻ പ്രസംഗിച്ചത്. പക്ഷേ ജനത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രസംഗിക്കുന്ന പ്രവാചകരെ വിളിച്ചുകൂട്ടി. അവർ കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചു, ജനത്തിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ അവർ കേട്ടതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നായിരുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നിന്നിരുന്നില്ല. ദൈവത്തിൻ്റെ വചനം അവർ കേട്ടിരുന്നില്ല. ദൈവം അവരെ അയച്ചിരുന്നുമില്ല. ഇങ്ങനെ ഈ സംഘർഷം മൂത്തപ്പോൾ 23-ാമത്തെ അധ്യായത്തിൽ ദൈവമായ കർത്താവ് ഇടപെട്ട് കള്ളപ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുന്നു. അവരെ കുറിച്ച് കർത്താവ് പറയുന്നു, ഇവരിൽ ആരാണ് എൻ്റെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? ഇവരിൽ ആരാണ് എൻ്റെ വചനം കേട്ടിട്ടുള്ളത്? ഇവർ എൻ്റെ സന്നിധിയിൽ നിന്നിട്ടില്ല, എൻ്റെ വചനം കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ വാക്കുകൾ എൻ്റെ വാക്കുകളല്ല. ഇവരെ ഞാൻ അധികാരപ്പെടുത്തുന്നില്ല, ഇവരെ ഞാൻ അയക്കുന്നില്ല.
ഞാൻ അയച്ചവൻ ജെറമിയാണ്. എൻ്റെ വചനം കേട്ടിട്ടുള്ളത് ജെറമിയയാണ്. എൻ്റെ വചനം കേട്ടവർക്ക് മാത്രമേ ആ വചനം പ്രസംഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത്. ജെറമിയയുടെ പുസ്തകം 23-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ ഞാൻ പറഞ്ഞ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വായിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. തങ്ങളുടെ പ്രവചനങ്ങൾ കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാരണം എന്താണ്? അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിന്റെ വിഭ്രാന്തിയാണ്. കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു. കർത്താവിന്റെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുന്നവരാരാണ്? ജെറമ്യ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാത്ത ഇസ്രായേൽ ജനം. അവരുടെ അടുത്തേക്ക് പോയി ഇവർ പറയുകയാണ്, നിങ്ങൾക്കൊരു അപകടവും വരില്ല, നിങ്ങൾക്കെല്ലാം നന്മയായി വരും. വാസ്തവത്തിൽ അവർ പാപത്തിലായിരുന്നു. അവരുടെ പാപത്തെക്കുറിച്ച് അവരെ മനസ്സിലാക്കി അവരെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ജെറമ്യ അയച്ചത്. ആ ജെറമ്യ അവരെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിച്ചപ്പോൾ ഇവരാകട്ടെ നിങ്ങൾക്കെല്ലാം നന്മയായി വരുമെന്ന് പറഞ്ഞ് അവരെ അങ്ങനെ തന്നെ തുടരുവാൻ അനുവദിച്ചു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ പ്രവാചകന്മാർ എൻ്റെ വാക്ക് കേട്ടിട്ടില്ല. ഇവരുടെ വാക്കുകൾ എൻ്റെ നാവിൽ നിന്നുള്ളവയല്ല. അവരുടെ വാക്കുകൾ അവരുടെ മനസ്സിന്റെ വിഭ്രാന്തിയാണ്, അവരുടെ വാക്കുകളാണ്. ആ വാക്കുകളെ ഞാൻ അധികാരപ്പെടുത്തുന്നില്ല, ആ വാക്കുകളെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വാക്കുകൾ കേൾക്കുന്നവരുടെ ശുശ്രൂഷയെ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. തുടർന്ന് 18-ാമത്തെ വചനത്തിൽ കർത്താവ് ചോദിക്കുന്നു, അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? ഈ കള്ളപ്രവാചകന്മാരിൽ ആരാണ് കർത്താവിനെ കാണാൻ നിന്നിട്ടുള്ളത്, കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനം കേൾക്കാൻ നിന്നിട്ടുള്ളത്? യഥാർത്ഥ പ്രവാചകൻ, യഥാർത്ഥ സുവിശേഷ പ്രവർത്തകൻ, യഥാർത്ഥ പ്രേക്ഷിതൻ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വചനം കേൾക്കണം. തുടർന്ന് കർത്താവ് ചോദിക്കുന്നു, അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? ആരും ചെയ്തിട്ടില്ല. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ രീതികളുമെല്ലാം മനസ്സിലാക്കുന്നവനാണ്. അവിടുത്തെ സന്നിധിയിൽ നിന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കുകയില്ല. 22-ാമത്തെ വചനത്തിൽ 21, 22 വചനങ്ങളിൽ കർത്താവ് പറയുന്നു, ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല, എന്നിട്ടും അവർ ഓടി നടന്നു. അവരോട് ഞാൻ സംസാരിച്ചില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു. എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാത്തവരെ കർത്താവ് അയക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേൾക്കാത്തവരെ കർത്താവ് അധികാരപ്പെടുത്തുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവിടുത്തെ വചനം കേൾക്കണം, അവിടുത്തെ പ്രവൃത്തികൾ കാണണം, അവിടുത്തെ അനുഭവിക്കണം. ഈ വചനമാണ് മറ്റുള്ളവരോട് നാം പറയേണ്ടത്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനം നാം കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം കൊടുക്കലാണ്. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി നിങ്ങളെ അറിയിക്കുന്നു. ഏത് വചനത്തെ പറ്റിയാണ് അറിയിക്കുന്നത്? കണ്ട വചനം, കേട്ട വചനം, കൈകൾ കൊണ്ട് സ്പർശിച്ച വചനം, അനുഭവിച്ച വചനം. ദൈവസന്നിധിയിലിരുന്ന് കണ്ട കാര്യങ്ങളെ കുറിച്ച് ജനത്തോട് പറയുന്നവനാണ് സുവിശേഷ പ്രവർത്തകൻ. ദൈവസന്നിധിയിലിരുന്ന് കേട്ട കാര്യങ്ങളെ കുറിച്ച് ജനത്തോട് പറയുന്നവനാണ് പ്രേക്ഷിതൻ. അതുകൊണ്ട് ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം. ഈ കേട്ട കാര്യങ്ങൾക്ക് സാക്ഷ്യം കൊടുക്കലാണ് സുവിശേഷ പ്രവർത്തനം. ഇതാണ് സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള 4-ാമത്തെ തത്വം. സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള 5-ാമത്തെ തത്വം, സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് സുവിശേഷകൻ സുവിശേഷം കൊണ്ട് നിറയണം. വചനം പ്രസംഗിക്കുന്നവൻ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് വചനം കൊണ്ട് നിറയണം. പ്രവാചകന്മാരെ വിളിച്ച കർത്താവ് പലപ്പോഴും ഉടനെ തന്നെ ജനത്തിന്റെ പക്കലേക്ക് അവരെ അയക്കുകയല്ല ചെയ്തത്. ജനത്തിന്റെ പക്കലേക്ക് പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ് വചനം കൊണ്ട് നിറയുവാൻ അവരോട് കർത്താവ് ആവശ്യപ്പെട്ടു. എസെക്കിയാൽ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന ചുരുൾ നീ ഭക്ഷിക്കുക,
ഈ വചനം കൊണ്ട് നിന്റെ വയറ് നിറയ്ക്കുക. എന്നിട്ട് പോയി നീ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക. ജനത്തോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് വചനം കൊണ്ട് നിറയണം. വചനം കൊണ്ട് നിറയാത്തവന് വചനം പ്രസംഗിക്കാൻ സാധിക്കില്ല. വചനത്തിന്റെ മാധുര്യം അനുഭവിക്കാത്തവന് സുവിശേഷ പ്രസംഗം നടത്താൻ സാധിക്കുകയില്ല. വചനത്തിന്റെ ശക്തി അനുഭവിക്കാത്തവന് പ്രേക്ഷിതനാകാൻ സാധിക്കുകയില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അതുപോലെ ഭക്ഷിച്ചു. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അപ്പോൾ ഭക്ഷിച്ച് വയറ് നിറഞ്ഞതിന് ശേഷമാണ്, രുചിച്ച് അറിഞ്ഞതിന് ശേഷമാണ് എസെക്കിയേൽ പ്രവാചകനെ കർത്താവ് അയക്കുന്നത്. നീ പോയി ഇസ്രായേൽ ഭവനത്തോട് പറയുക എന്നല്ല ആദ്യം പറയുന്നത്. ആദ്യം പറയുന്നത്, നീ ഈ ചുരുൾ ഭക്ഷിക്കുക. ഈ വചനം കൊണ്ട് നിന്റെ വയറ് നിറയ്ക്കുക. ഇത് നീ രുചിച്ചറിയുക, എന്നിട്ട് പുറപ്പെടുക. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പുറപ്പെടുന്നതിന് മുമ്പ് വചനം നമ്മൾ ഭക്ഷിക്കണം. വചനം നമ്മൾ ഭക്ഷിക്കണം. ഇന്നലെ നാം കണ്ടതുപോലെ ഈ വചനത്തോട് വലിയ ഒരു ഭക്തി, ഈ വചനത്തോട് വലിയ ഒരു സ്നേഹം നാം നേടിയെടുക്കണം. വചനം കൊണ്ട് നമ്മൾ നിറയണം. വചനം കേട്ട് വിട്ടുകളയാനുള്ളതല്ല. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും, ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും, മേഖലകളിലേക്കും ഈ വചനം പെയ്തിറങ്ങണം. അങ്ങനെ വചനത്താൽ നാം നിറയണം. വചനത്തിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞവരാണ് സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കേണ്ടത്, വചനം പ്രസംഗിക്കേണ്ടത്. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിനും സമാനമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനം. അങ്ങയുടെ വചനം കണ്ടപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്. ജെറമ്യാ എന്താണ് പറയുന്നത്? അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. ജെറമ്യായും വചനം ഭക്ഷിക്കുന്നു. ഈ വചനം ജെറമ്യാ എപ്പോഴാണ് കണ്ടെത്തിയത്? ജെറമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വചനം. കർത്താവ് കൈനീട്ടി എൻ്റെ യാത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന ജെറമ്യായുടെ അധരങ്ങളിൽ കർത്താവ് വചനം നിക്ഷേപിച്ചു. ഇങ്ങനെ കർത്താവ് നമ്മുടെ അധരങ്ങളിൽ നിക്ഷേപിക്കുന്ന വചനം, കർത്താവ് നമുക്ക് വെച്ചു നീട്ടുന്ന വചനം ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞ് അതിൻ്റെ രുചി അനുഭവിച്ചാണ് നാം ജനത്തോട് സംസാരിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടമോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളോ ആ കള്ളപ്രവാചകന്മാർ ചെയ്തതുപോലെ മനസ്സിന്റെ വിഭ്രാന്തിയോ അല്ല ദൈവജനത്തോടോ മറ്റുള്ളവരോടോ നാം പറയേണ്ടത്. സുവിശേഷകൻ കർത്താവിൻ്റെ വചനം ഭക്ഷിച്ചിരിക്കണം. പ്രേഷിതൻ കർത്താവിൻ്റെ വചനം പൂർണ്ണമായും ഭക്ഷിച്ചിരിക്കണം. അതിൻ്റെ സ്വാദ് അനുഭവിച്ചിരിക്കണം. ആ വചനം കൊണ്ട് വയറ് നിറയ്ക്കണം. വചനത്തിൻ്റെ നിറവിൽ നിന്നാണ് സുവിശേഷ പ്രവർത്തകൻ സംസാരിക്കേണ്ടത്. ഈ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഈ വചനത്തോട് ചേർന്ന് നിൽക്കണം. ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇതിൻ്റെ നിറവിൽ നിന്നാണ് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടത്. സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗവും ഈ വചന പ്രസംഗം തന്നെയാണ്. സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച്, പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നതാണ്. സാമൂഹ്യ പ്രവർത്തനം നടത്തുക, ആതുര ശുശ്രൂഷ നടത്തുക, മറ്റുള്ളവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇതെല്ലാം ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. പക്ഷെ സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതൽ യേശുവിനെ കൊടുക്കുകയാണ്, വചനം കൊടുക്കുകയാണ്. വചനം യേശുവാണ്. ഇന്നലെ നാം കണ്ടു. ഈ വചനമാകുന്ന യേശുവിനെ
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാതൽ സുവിശേഷം പങ്കുവെക്കലാണ്, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കലാണ്. ഇങ്ങനെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണമെങ്കിൽ, സുവിശേഷം പങ്കുവെക്കണമെങ്കിൽ ആദ്യം ഈ വചനം കൊണ്ട് നാം നിറയണം. നമ്മുടെ ഉള്ളിൽ ഈ വചനം നിറയണം. ജെറമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ വചനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാം. ജെറമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വചനം. അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുകിക്കളയും. എതിർപ്പുള്ളവർ, എതിരാളികൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരെ ഞാൻ വിറകാക്കും. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും. നിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയാകുന്ന വചനം ശത്രുക്കളാകുന്ന, എതിരാളികളാകുന്ന ആ വിറകുകളെ കത്തിച്ച് ചാമ്പലാക്കും. പ്രിയപ്പെട്ടവരെ, വചനത്താൽ നിറഞ്ഞാണ് നാം ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ, അഗ്നി പോലുള്ള കർത്താവിൻ്റെ വചനം നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായെങ്കിൽ എതിരാളികളാകുന്ന വിറകുകളെ, എതിർപ്പുകളാകുന്ന വിറകുകളെ, പ്രതിബന്ധങ്ങളാകുന്ന വിറകുകളെ കത്തിച്ച് ചാമ്പലാക്കാൻ നമുക്ക് സാധിക്കും. എതിർപ്പുകളെ കർത്താവ് വിറകാക്കി മാറ്റും, എതിരാളികളെ വിറകാക്കി മാറ്റും. അധരങ്ങളിലുള്ള അഗ്നിയാകുന്ന വചനം ഈ എതിർപ്പുകളെ, വിറകുകളെ കത്തിച്ച് ചാമ്പലാക്കും, വിഴുങ്ങിക്കളയും. അതുകൊണ്ട് അധരങ്ങളിൽ വചനം സൂക്ഷിക്കണം. അഗ്നി പോലുള്ള വചനം അധരങ്ങളിൽ സൂക്ഷിക്കുന്നവനായിരിക്കണം ഒരു പ്രേക്ഷിതൻ. അഗ്നി പോലുള്ള വചനം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കണം ഒരു സുവിശേഷ പ്രവർത്തകൻ. സുവിശേഷം കേട്ട്, ആ സുവിശേഷം പഠിച്ച്, ആ സുവിശേഷം ഭക്ഷിച്ച് തൃപ്തരായി അതുകൊണ്ട് നിറഞ്ഞാണ് സുവിശേഷ പ്രവർത്തനത്തിനായി നാം ഇറങ്ങേണ്ടത്. യേശു ചെയ്തത് അതായിരുന്നു. കർത്താവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേട്ട് വചനം കൊണ്ട് നിറഞ്ഞ് യേശു വചന ശുശ്രൂഷ ആരംഭിച്ചു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള 10 തത്വങ്ങളിൽ 5 തത്വങ്ങൾ നാം ഇതിനകം കണ്ടു കഴിഞ്ഞു. ഒന്നാമതായി, സുവിശേഷ പ്രവർത്തനം ആത്യന്തികമായി ദൈവത്തിൻ്റെ പണിയാണ്. ഇത് ദൈവികമായ കാര്യമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈശോയുടെ കൽപ്പനയിൽ നിന്നാണ്. വചനം സ്ഥിരീകരിക്കുന്നത് യേശുവാണ്. കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകുന്നത് യേശുവാണ്. കേൾവിക്കാരുടെ ഹൃദയം തുറക്കുന്നത് യേശുവാണ്. സുവിശേഷ ശുശ്രൂഷയ്ക്കായി മറ്റുള്ളവരെ മാറ്റിവെക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷ ശുശ്രൂഷയിൽ പ്രതിബന്ധങ്ങളുണ്ടാകുമ്പോൾ ധൈര്യം കൊടുക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ആത്യന്തികമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. രണ്ടാമതായി, സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് പ്രതിബന്ധങ്ങളും എതിർപ്പുകളും സഹനങ്ങളും. കർത്താവിനെ പ്രതി സഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷിച്ചവരാണ് ശിഷ്യന്മാർ. എതിർപ്പുകൾ ഇല്ലാതിരുന്നത് കൊണ്ടല്ല അവർ പ്രസംഗിച്ചത്, എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് അവർ പ്രസംഗിച്ചത്. അതുകൊണ്ട് എതിർപ്പുകളില്ലാത്തൊരു കാലത്തിന് വേണ്ടി നാം കാത്തിരിക്കരുത്. മറിച്ച് എതിർപ്പുകളെ അതിജീവിക്കാൻ പഠിച്ച് എതിർപ്പുകൾക്കിടയിലും സുവിശേഷം പ്രസംഗിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. എതിർപ്പുകൾ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ മാറ്റുകൂട്ടുകയുള്ളൂ, പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. മൂന്നാമതായി, സുവിശേഷ പ്രവർത്തനം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക, ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നാം കണ്ടു, വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യമറിയണം. എന്താണ് സത്യം? യേശുവാണ് സത്യം. ഈ സത്യം ലോകം മുഴുവനും അറിയണം. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇത് നിറവേറാൻ വേണ്ടിയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇത് നിറവേറാൻ വേണ്ടിയാണ് ഞാൻ സുവിശേഷ പ്രവർത്തനം ചെയ്യേണ്ടത്. ഇതായിരിക്കണം ഒരു സുവിശേഷ പ്രവർത്തകൻ്റെ, ഒരു പ്രേക്ഷിതൻ്റെ ചിന്ത. നാലാമതായി, സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ ദൈവ അനുഭവത്തെ, ദൈവവചനത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കലാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ട കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇതുപോലെ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് യേശു ഈ ലോകത്തോട് പങ്കുവെച്ചത്. ഒരു പ്രേക്ഷിതൻ, ഒരു സുവിശേഷ പ്രവർത്തകൻ താൻ കണ്ട് അനുഭവിച്ച ദൈവത്തെയാണ് പങ്കുവെക്കേണ്ടത്. ദൈവസന്നിധിയിലിരുന്ന് കേട്ട വചനമാണ് മറ്റുള്ളവരോട് പറയേണ്ടത്. അഞ്ചാമതായി, സുവിശേഷ പ്രവർത്തകൻ, പ്രേക്ഷിതൻ വചനം കൊണ്ട് നിറയണം.
എസെക്കിയേലിനെ ജനത്തിനു മുമ്പ് അയക്കുന്നതിന് മുമ്പ് എസെക്കിയേലിനോട് വചനം കൊണ്ട് നിറയാൻ കർത്താവ് ആവശ്യപ്പെട്ടു, ചുരുൾ ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുപോലെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ്, പ്രേക്ഷിത യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് വചനം കൊണ്ട് നാം നിറയണം. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കണം. വചനത്തിൻ്റെ നിറവിൽ നിന്നായിരിക്കണം നാം സംസാരിക്കേണ്ടത്. നമ്മുടെ അധരങ്ങളിൽ അഗ്നി പോലുള്ള വചനം കാത്തു സൂക്ഷിക്കണം. അപ്പോൾ എതിർപ്പുകളെ വിറകുകൾ പോലെ കത്തിച്ച് ചാമ്പലാക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 5 തത്വങ്ങളും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് ഒരു നല്ല പ്രേക്ഷിതനാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സുവിശേഷ പ്രവർത്തകനാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള 5 തത്വങ്ങൾ നമുക്ക് നാളെ പരിശോധിക്കാം. അങ്ങനെ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഈ 10 തത്വങ്ങളും മനസ്സിലാക്കി നല്ല പ്രേക്ഷിതരാകുവാൻ നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ ഇന്ന് നാം കേട്ട വചനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പ്രേക്ഷിതരാക്കി നമ്മെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 5 തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയുടെ നിമിഷങ്ങൾ പ്രാർത്ഥനയോടെ എല്ലാവരായിരിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാനൊരു സുവിശേഷമായി മാറുവാൻ പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, എന്നേരവും സ്തുതി ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, എന്നേരവും സ്തുതി ആരാധന. എൻ പാപങ്ങൾ പോക്കാൻ കുരിശു ചുമന്നവനേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ നിങ്ങളോട് ദയ തോന്നണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ വചനത്തിന്റെ പെരുമഴ പെയ്യിക്കണമേ, കർത്താവേ പ്രേക്ഷിതരാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവേ അങ്ങയുടെ നിഷ്ഠം നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളെ പ്രേക്ഷിതരാക്കണമേ, കർത്താവേ ഞങ്ങളെ അയക്കണമേ, കർത്താവേ നിങ്ങളുടെ കൃപയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹസ്വരൂപനായ ദൈവത്തെ ഹൃദയം തുറന്നു നീ ഒന്ന് കണ്ടേൻ. കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ ബഹുമാനപ്പെട്ട പിതാവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. നിന്റെ ജീവിതം
ഒരു മിഷൻ ജീവിതമായി മാറണം. ആമേൻ. സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വചനത്തിൻ്റെയും നിറവ് ഹല്ലേലൂയ. ഈശോ നിനക്ക് നൽകും. നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ഈ രാത്രിയിലെ. ആമേൻ. ഈ രണ്ടാം ദിനത്തിൽ ഈശോ നമ്മോടൊത്ത് ആയിരുന്ന് സുവിശേഷ പ്രസംഗം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഈശോയാണെന്ന് വിശുദ്ധ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. വചനത്തിന്റെ ആഴങ്ങളെ കേൾക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, ആമേൻ, നിന്റെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വേദനകളും ആകുലതകളും നിന്നെ ആഞ്ഞടിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ രാത്രിയിൽ ഈശോ നമുക്ക് നൽകുകയായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ഒരുപക്ഷെ കേൾക്കുന്ന അപ്പച്ചനാകാം, അമ്മച്ചിയാകാം, ഹൃദയം തുറന്ന് രക്ഷയുടെ നാഥനെ സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ ചെയ്തതിനേക്കാൾ ഉപരി ഈ നിമിഷം മുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ കൊടുത്ത് നിന്റെ ഹൃദയത്തെ പുതുക്കി പണിത് ദൈവകൃപയുടെ നിറവായി മാറാൻ ഇന്ന് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഈരടികളിലൂടെ വീണ്ടും നമുക്ക് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിറയാം. ഇന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കാൻ കഴിയണം. എന്നെ സംരക്ഷിക്കുന്നതും എന്നെ പരിപാലിക്കുന്നതും ഈശോയുടെ വലിയ സ്നേഹമാകട്ടെ, കരുണയാകട്ടെ, കൃപയാകട്ടെ. ഈരടികളെ പാടി ഈശോയെ നമുക്കൊന്ന് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, 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 വചനത്തിന്റെ സാക്ഷികളാക്കി മാറ്റണം. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, അവിടുത്തെ സാക്ഷിയായി മാറുവാൻ പരിശുദ്ധാത്മാവേ. യേശുവിന്റെ സാക്ഷികളാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കേട്ട എല്ലാ വചനങ്ങളെയും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വചനം പ്രസംഗിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങാം. ഇന്ന് നാം കണ്ടു, കർത്താവാണ് ഈ സുവിശേഷ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അവിടുത്തോട് സഹകരിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ്. നമ്മെ തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ, യേശുവിന് സാക്ഷ്യം കൊടുക്കുവാൻ നമ്മെ ക്ഷണിക്കണമേ എന്ന്, തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രവർത്തനത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് സഹനമെന്ന് നാം കണ്ടു. ക്രിസ്തുവിനെ പ്രതി, അവന്റെ നാമത്തെ പ്രതി, അവന്റെ വചനത്തെ പ്രതി അവമാനം സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവമാനം സഹിച്ചാലും പീഡനം സഹിച്ചാലും പിന്മാറാതെ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള വലിയ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാരുടെ ബോധ്യം നമുക്കും കിട്ടണം. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുത്താൽ ഈ ഭാരതത്തിൽ ഇന്ന് ശക്തമായ സുവിശേഷ പ്രസംഗം നടത്താൻ നമുക്ക് സാധിക്കും. നാം കണ്ട യേശുവിനെ, നാം അനുഭവിച്ച യേശുവിനെ, നാം അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. യേശുവിനെ കുറിച്ച് കേൾക്കാത്തവർക്ക്, നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലും സഹനങ്ങളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും അടിപതരാതെ സുവിശേഷം പ്രസംഗിക്കുവാൻ, സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവനും ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ് പരിശുദ്ധൻ.
കർത്താവിന്റെ സന്നിധിയിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഈ ലോകത്തെ അറിയിക്കുന്നവനാണ് പരിശുദ്ധൻ. ഹല്ലേലൂയ. വചനം കൊണ്ട് നിറയേണ്ടവനാണ് പരിശുദ്ധൻ. ഹല്ലേലൂയ. ഈ എല്ലാ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി കർത്താവിന്റെ സന്നിധിയിലായിരുന്ന ഈ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. തിരഞ്ഞെടുക്കണമേ, അയക്കണമേ. കർത്താവേ അയക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സുവിശേഷമാകുവാൻ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, യേശുവേ വരിക വരിക ഞങ്ങളിൽ നീ. ലോകമെങ്ങും പോയി അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ. വരിക വരിക കുടുംബങ്ങളൊന്നു ചേർന്ന് കൂട്ടായ്മകൾ ചേർന്ന് പ്രവാസികൾ ചേർന്ന് വരിക വരിക അവിടുത്തെ വചന ലോകവും എത്തിക്കുവാൻ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ ആമേൻ. അനുഭവിച്ചറിയാൻ അവനിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നിമിഷങ്ങളിൽ പിതാവിലൂടെ നാം കേട്ടു. നടപടിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുമ്പോൾ സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്നവിടെ ജന്മനാൽ മുടന്തനായ ഒരുവനെ കണ്ടു. എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് അവൻ അവരെ നേരെ സൂക്ഷിച്ചു നോക്കി. പത്രോസും യോഹന്നാനും പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എൻ കയ്യിലില്ല, നസറേനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ ഹൃദയം അഭിഷേകിലേക്കൊന്ന് കൊടുത്തേ. പ്രിയപ്പെട്ട അപ്പച്ചി, പ്രിയപ്പെട്ട അപ്പച്ച, നിന്റെ കുടുംബത്തെ ഒന്ന് ഈശോയുടെ മുമ്പിൽ കൊടുത്തേ. നീ ഇന്നലെ വരെ ചിന്തിച്ചതല്ല, ഈ നിമിഷം വരെ കണ്ടതല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപ, ബഹുമാനപ്പെട്ട പിതാവിലൂടെ ലഭിച്ച ചിന്തകൾ, പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ദൈവിക ബോധ്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിന്നിറക്കേ, നിന്റെ ജീവിതത്തിൽ നിന്നിറക്കേ. നിന്റെ കർത്താവിനെ കാണുവോളം, അനുഭവിക്കുവോളം, സ്വീകരിക്കുവോളം വലിയ ബോധ്യം ലഭിക്കുവാൻ ആ ജന്മനാൽ മുടന്തനായവൻ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിച്ചതുപോലെ നിന്റെ കുടുംബം ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ മക്കൾ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. ജീവിതത്തിന്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ തകരട്ടെ. ജീവിതത്തിന്റെ മഹത്വത്തിലേക്ക് നീ പ്രവേശിക്കാൻ ഈശോ നിന്നെ വിളിക്കുകയാണ്. യേശുവിന്റെ സ്നേഹം നിന്നെ വിളിക്കുകയാണ്. എവിടെവരെ ഗാനത്തിന്റെ ഈരടികളോടെ ഈശോയെ നമുക്ക് വീണ്ടും ആരാധിക്കാം. ആ സ്നേഹത്തെ ആരാധിക്കാം. ആ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടുകൂടെ നമുക്ക് ഒരിക്കൽ കൂടി പാടാം. യേശുവേ ആരാധന, രക്ഷകാരാധന, സ്നേഹമേ ആരാധന, എൻ ജീവനേ ആരാധന. യേശുവേ ആരാധന, രക്ഷകാരാധന, സ്നേഹമേ ആരാധന, എൻ ജീവനേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. സ്നേഹത്തിന്റെ സുവിശേഷമായി മാറുവാൻ, രക്ഷയുടെ സുവിശേഷം, സൗഖ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ കർത്താവേ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ആരാധിക്കട്ടെ. ഈ സുവിശേഷത്തിന്റെ ചൈതന്യം, സുവിശേഷത്തിന്റെ നിറവ്, ഈ ദൈവത്തിന്റെ ദൂത് എല്ലാവരിൽ എത്തിക്കുവാൻ, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന, ആമേൻ. ആരാധന, യേശുവേ ആരാധന.
ആരാധന യാഗത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ മുട്ടുകളെ മടക്കി ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി അതിവികാരൻ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. നിന്നെല്ലാ പ്രതിസന്ധികളെയും നീ കൊടുക്ക്, പ്രതികൂലങ്ങളെ കൊടുക്ക്. നിന്നെ ആഞ്ഞു വലിഞ്ഞു മുറുക്കുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഈശോയുടെ മുമ്പിൽ കൊടുത്ത് ഈ പ്രിയപ്പെട്ട ദിനത്തിൽ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഈ ഹൃദയം തുറക്കട്ടെ. തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയെ നിറയ്ക്കെ. പരാജിതനല്ല, വിജയലാളിതനായി ഉദ്ധിതനായി കടന്നു വന്ന യേശുവിന്റെ വലിയ സ്നേഹത്തിനെ നിറച്ചുകൊണ്ട് കൃപാവനത്തിലേക്ക് നമുക്ക് കടന്നു വന്ന് വിശുദ്ധാരാധനയുടെ ആശീർവാദത്തിൽ നമുക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവമേ, കുടുംബം ഒന്നടക്കം കർത്താവിനെ സേവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, പീഡനങ്ങളും സഹനങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും വരുമ്പോൾ അവിടുത്തെ സുവിശേഷമായി പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആയിരം കോടി മഹത്വം കർത്താവേ, നിന്റെ കൃപകൾക്കായി നന്ദി പറയുന്നു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മഹത്വം കർത്താവേ, മഹത്വം മഹത്വം. നന്ദി ദൈവമേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you Jesus. Glory Jesus.